മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി തോമസ് ആണ്. യെസ്, അപ്പൊ നമ്മുടെ 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ കിസ്സിംഗ് ഹാൻഡ് ആണ് അല്ലേ? ആ ലെസൺ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? നമ്മുടെ ചെസ്റ്റർ റക്കൂണിന്റെ ലെസൺ. യെസ്, അപ്പൊ അതിന്റെ ബാക്കില് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇത് മിക്കവാറും നിങ്ങൾക്ക് എക്സാമിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ, എന്നാലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കാണും കേട്ടോ. അപ്പം എന്താണ് ആ ഒരു ആക്ടിവിറ്റി എന്ന് നോക്കിയാലോ? അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്തതുണ്ടെന്നാണെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. മിസ് ആ കമന്റ് നോക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഒരു ആക്ടിവിറ്റി ആണ് എന്ത്? ആക്ടിവിറ്റി 9. ആ ആക്ടിവിറ്റി 9ൽ എന്താ പറയുന്നേ? Read the following sentences from the story and note the words underlined. അപ്പൊ അവിടെ കുറച്ച് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ചില വേർഡ്സ് അവിടെ ഉണ്ട്. ആ എന്തൊക്കെയാ നോക്കിയാലോ? I want to play with my friends. അല്ലെ, I want to play with my friends. അപ്പൊ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് വിത്ത് എന്നുള്ളതാണ്. എനിക്ക് അല്ലെ, I want to play with my friends. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം അല്ലെ, എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. I want to swim on the swing. അല്ലെ, എനിക്ക് ഊഞ്ഞാലിന്മേലെ ആടണം. അപ്പൊ ഓൺ എന്ന് പറയുമ്പോ എന്താണ്? മേലെ അല്ലെ, മേലെ അല്ലെങ്കിൽ മുകളിൽ അല്ലെ, മുകളിൽ എന്നുള്ളതാണല്ലോ. സോ എനിക്ക് ഊഞ്ഞാലിന്മേലെ അല്ലെങ്കിൽ ഊഞ്ഞാലിന്റെ മുകളിൽ ആടണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, I don't want to go to school. അല്ലെ, I don't want to go to school. അപ്പം എനിക്ക് സ്കൂളിലേക്ക് അല്ലെ, എനിക്ക് സ്കൂളിലേക്ക് എന്ത് ചെയ്യണ്ട? പോകണ്ട. എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. അടുത്തത്, Chester felt his mother's kiss rush from his hand. അല്ലെ, കയ്യിൽ നിന്നും അല്ലെ, എന്താണ്? കയ്യിൽ നിന്നും ആ ഉമ്മ അവന്റെ കയ്യിൽ അല്ലെ, അവന്റെ കയ്യിൽ നിന്നും ഓടി വന്നതായി അവന് തോന്നി. അപ്പൊ കയ്യിൽ നിന്നും. അപ്പൊ ഇങ്ങനെ ഈ ഒരു 4 വേർഡ്സ് എന്താന്ന് നിങ്ങൾ നോക്കി വെച്ചേ. വിത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ കൂടെ അല്ലെ, അവരുടെ കൂടെ, അവരുടെ ഒപ്പം അല്ലെ, കൂടെ അല്ലെങ്കിൽ ഒപ്പം അല്ലെ, ഒപ്പം എന്നുള്ളതാണ് നമ്മള് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മുകളിൽ അല്ലെ. ഇപ്പം ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഒരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. ദ പെൻ ഇസ് ഓൺ ദ ടേബിൾ. അപ്പൊ ആ പെന്ന് എന്താണ്? ടേബിളിന്റെ മുകളിൽ. ഇത് ടേബിൾ ആണെങ്കിൽ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഓൺ എന്ന് പറയാ കേട്ടോ. ഓൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ അല്ലെങ്കിൽ മുകളിൽ എന്നുള്ളതാണ്. ഇനി ഗോ ടു സ്കൂൾ എന്ന് പറയുമ്പോ എന്താണ്? സ്കൂളിലേക്ക് പോകുക അല്ലെ. ഗോ ടു ദ മാർക്കറ്റ് അല്ലെ. ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോ എന്താണ്? യെസ്, അതായത് മാർക്കറ്റിലേക്ക് പോയി അല്ലെങ്കിൽ I am going to my house അല്ലെ. I am going to my home എന്ന് പറയുമ്പോ എന്താണ്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അതിനാണ് ആ മിസ് ലേക്ക് എന്ന് എഴുതിയത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കി. യെസ്, Chester felt his mother's kiss rush from his hand. അപ്പൊ അവിടെ from എന്നുള്ളതാണ് അല്ലെ. ഫ്രം എന്ന് പറഞ്ഞാല് എവിടെന്നെങ്കിലും നിന്നും എന്നുള്ളതാണ്. ഓക്കെ, ഫ്രം എന്ന് പറയുമ്പോൾ അതായത് ടുവിന്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രം കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരാൾക്ക് ലെറ്റർ എഴുതാനായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ലെറ്റർ എഴുതാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ടു എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ നിങ്ങൾ കത്ത് ഫ്രണ്ടിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ അഡ്രസ് ആണ് നിങ്ങൾ ടൂല് കൊടുക്കുക. ഫ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് നിന്നാണല്ലോ കത്ത് പോകുന്നത് അല്ലെ. നമ്മളിൽ നിന്നും ആണ് കത്ത് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നിന്നും എന്നുള്ളതിൽ നമ്മൾ നമ്മുടെ അഡ്രസ് കൊടുക്കുക. അപ്പൊ ഫ്രം എന്ന് പറയുമ്പോൾ എവിടെ നിന്നും അല്ലെ. ഫ്രം കോഴിക്കോട് അല്ലെ, കോഴിക്കോട് നിന്നും ടു തൃശ്ശൂർ അല്ലെ, തൃശ്ശൂരിലേക്ക്. അപ്പൊ ആ ഫ്രമും ടുവും അതാണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് കുറച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സെന്റൻസസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സെന്റൻസസ് ഇതൊക്കെയാണ് കേട്ടോ. Chester stood at the edge of the forest. At the edge of the forest എന്ന് പറയുമ്പോൾ at എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലം, അതായത് at the edge of the forest, കാടിന്റെ അറ്റത്ത് നിന്നു, അവിടെ നിന്നു. ആ ഒരു പ്രത്യേക സ്പോട്ടിന്, ആ ഒരു സ്ഥലത്തിനെ കാണിക്കാനാണ് നമ്മൾ at യൂസ് ചെയ്യുക കേട്ടോ. അതേപോലെ she kissed Chester in the middle of his palm. In the middle എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കയ്യിന്റെ നടുക്ക്, അവന്റെ കയ്യിൽ അവിടെ ഉമ്മ വെച്ചെന്നുള്ളതാണ് ആ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ Chester felt his mother's kiss rush from his hand. From നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നിന്നും. He pressed his hand
to his cheek. അല്ല, അവന്റെ കവിളിനോട് ചേർത്ത് വെച്ചു, കവിളിലേക്ക് ചേർത്ത് വെച്ചു. അപ്പൊ അതിനാണ് ആ to യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ചെസ്റ്റർ ഡാൻസ് away to school. കണ്ടോ, സ്കൂളിലേക്ക് അവൻ ഡാൻസ് ചെയ്ത് നടന്നു പോയി. നെക്സ്റ്റ്, the warmth of Chester's kiss filled her heart with special words. അപ്പൊ വിത്ത് എന്ന് പറഞ്ഞാൽ അല്ലെ, അതിന്റെ കൂടെ അല്ലെ, അപ്പൊ ആ ഒരു അവന്റെ ഉമ്മ എന്താണ്, അതിന്റെ കൂടെ സ്പെഷ്യൽ വേർഡ്സ് അല്ലെ, ആ സ്പെഷ്യൽ വേർഡ്സും ഫീൽ ചെയ്തു എന്നുള്ളതാണല്ലോ. ഇനി ആക്ടിവിറ്റി 10 നോക്കിയടാ. Here is a conversation between Chester Raccoon and his class teacher. So ചെസ്റ്ററും ക്ലാസ് ടീച്ചറും തമ്മിലൊരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. മിസ്സിംഗ് വേർഡ്സ് അവിടെ കൊടുക്കാനാണ്. അപ്പൊ വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ടു എന്ന് പറയുമ്പം അല്ലെ അവിടേക്ക്, അല്ലെ ഫ്രം എന്ന് പറയുമ്പം അവിടെ നിന്നും, ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതില് അല്ലെ, അവിടെ അല്ലെങ്കിൽ അതിൽ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഫിൽ ചെയ്ത് നോക്കിയാലോ. ടീച്ചർ, ഗുഡ് മോർണിംഗ്, could you tell me your name? അല്ലെ, ടീച്ചർ ചോദിക്കാണ് ഗുഡ് മോർണിംഗ്, എന്നിന്റെ പേര് പറയാമോ? അപ്പൊ ചെസ്റ്റർ പറയാണ് ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റാക്കൂൺ. അല്ലെ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഞാൻ ചെസ്റ്റർ റാക്കൂൺ ആണ്. ടീച്ചർ, വേർ ആർ യു ഫ്രം? അല്ലെ, വേർ ആർ യു ഫ്രം? അപ്പൊ പറയാണ് ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്. എവിടെ നിന്നാണ്? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. അല്ലെ, ഞാൻ എവിടെ നിന്നാണ്? I am from the forest. I am from the forest. അല്ലേ, അപ്പൊ നമുക്ക് ഇതാ ഫ്രം നമ്മൾ ഇവിടെ ചെയ്തേ. ഇനി യെസ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അത് നല്ലൊരു സ്ഥലമാണ് അല്ലേ. അപ്പൊ ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. ആയിക്കോട്ടെ, കാടിന്റെ ഉള്ളിൽ നിനക്ക് എന്ത് ചെയ്യാനാ ഇഷ്ടം? അപ്പം അവിടെ എന്താ വരിക? കാട്ടിൽ അല്ലെങ്കിൽ കാടിന്റെ ഉള്ളിൽ എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യാ? ഇന്നാണ് അവിടെ വരിക കേട്ടോ. കറക്റ്റ് ആൻസർ അവിടെ ഇന്നാണേ. What do you like to do in the forest? കാട്ടിൽ എന്ത് ചെയ്യാൻ ഇഷ്ടം? കാടിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ ഇഷ്ടം? അപ്പടെ ഇന്നെടുത്ത് കൊടുക്കാം. I like to play with my friends. കണ്ടോ, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ. In the shade of the trees. അല്ലെ, മരത്തണലിൽ അല്ലെ, അവിടെ അല്ലെ, എവിടുന്ന് കളിക്കാനാണ്? In the shade of the trees. അല്ലെ, in the shade of the trees. That must be fun. Which game do you like the most? അത് രസമായിരിക്കല്ലോ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം എന്താന്ന് ടീച്ചർ ചോദിക്കുകയാണ്. അപ്പം ചെസ്റ്റർ പറയാണ് ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ. അല്ലെ, ഫ്രണ്ട്സിന്റെ കൂടെ എന്ന് പറയുമ്പോ അവിടെ എന്താ വരിക? വിത്താണ് വരിക, വിത്താണ് വരിക അല്ലെ, അവിടെ എന്താ വരിക? വിത്ത് വരും. യെസ്, അപ്പൊ ഇന്നും നമ്മൾ കൊടുത്തേ. ലാസ്റ്റ് വൺ എന്താണ്? ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, when will you go dash your house? നീ നിന്റെ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? വീട്ടിലേക്ക്. വേഗം കമന്റ് ചെയ്ത് എന്താ ആൻസർ എന്നുള്ളത് വേഗം കമന്റ് ചെയ്തേ. പോസ് ചെയ്ത് വെക്കുക, കമന്റ് ചെയ്യ എന്താ കറക്റ്റ് ആൻസർ വരുന്നത്. ഞാൻ 5 സെക്കൻഡ് വരാം, വേഗം പറഞ്ഞോ. 1 2 3 4 5. യെസ്, എന്താണ്? 2 ആണ് കറക്റ്റ് ആൻസർ വരിക അല്ലെ. ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, when will you go to your house? വീട്ടിലേക്ക് എപ്പ പോകും? അപ്പൊ well, I'll go to my house. കണ്ടോ, താഴെയുണ്ട് കറക്റ്റ് ആൻസർ ആണ്. to my house after 3 days. 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും. ഓക്കെ, താങ്ക്സ്, we'll meet again. ആയിക്കോട്ടെ, നമുക്ക് ഇനിയും കാണാം. സോ അത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു ആക്ടിവിറ്റി. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക? 4 വേർഡ്സ് പ്രത്യേകം പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? അതിന്റെ മുകളിൽ. ഇൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ, അല്ലെങ്കിൽ ടു, ഫ്രം, വിത്ത്, ഇത്രയും വേർഡ്സിന്റെ മീനിങ് പഠിച്ചു വെക്കുക. ഇനി മിസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നേക്കാം. ഈ വേർഡ്സിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയാന്നറിയോ? ഇത് മാത്രമല്ല, ഇതേപോലെ കുറെ വേർഡ്സ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെയാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പൊ പഠിക്കൊന്നും വേണ്ട. എന്നാലും നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾ ഒരു +2 എത്തുന്നവരെ നിങ്ങൾക്ക് പ്രിപ്പോസിഷൻസ് ഒക്കെ എന്തായാലും വേണം. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിപ്പോസിഷൻസ് ഒക്കെ പെടും കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ സ്ഥാനം, അത് എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോകുന്നു, അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്നും മിസ് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. നമുക്ക് ഇനിയും പഠിക്കാനായിട്ട് വരും കേട്ടോ. അപ്പൊ പ്രിപ്പോസിഷൻസിന്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. Till then, it's me, Varnita, signing off. Bye.